Hello everyone, welcome back to Raj Talks. Disclosure Day, കഥാ സംവിധാനം സ്റ്റീവൻ സ്പിൽബർഗ്. വാട്ട് എ ലെജൻഡറി ഡയറക്ടർ. ഒരു പക്ഷേ 90s ജനിച്ചവരുടെ കുട്ടിക്കാലം മുതൽ ഈ അടുത്ത കാലഘട്ടം വരെയും നോക്കി നിൽക്കുമ്പോൾ പുള്ളി ചെയ്ത സിനിമകൾ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ കുട്ടിക്കാലത്ത് ജുറാസിക് പാർക്ക് അന്തം വിട്ട് പണ്ടാരി തുടങ്ങിയ സിനിമ, അമ്മാതിരി എക്സ്പീരിയൻസ് ഉള്ള, ഇന്നും ഡൈനോസറിനെയൊക്കെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ അതിനകത്തെ നായികയും നായകനും അന്തം വിട്ട് നോക്കുന്നത് പോലെ തന്നെ തിയേറ്ററിൽ നോക്കിപ്പോയ സിനിമ. അതിനുശേഷം എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ മൈനോറിറ്റി റിപ്പോർട്ട്, ടോം ക്രൂയിസ് മൂവി, സൈഫൈ പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയൊക്കെയുള്ള ലെവലിൽ കിളി പറത്തിയ ഒരു ചിത്രം. അതിനും ശേഷം കുറച്ച് കാലഘട്ടത്തിനപ്പുറം സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ബ്രിഡ്ജ് ഓഫ് സ്പൈസ്, ടോം ഹാങ്സിൻ്റെ സിനിമ, എക്സെപ്ഷണൽ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ തന്നെ ഏലിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ ക്ലോസ് എൻകൗണ്ടർ വിത്ത് ദ തേർഡ് കൈൻഡ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, വാർ ഓഫ് വേൾഡ്സ്, ഈ സിനിമകൾ അത് വേറൊരു ലീഗിൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോർത്ത് അഡീഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ അല്ല, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നത്. ഇപ്പോൾ വാർ ഓഫ് ദ വേൾഡ്സിൽ ഏലിയൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യാണ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ലെവലിൽ വന്നു പെടുന്നു, നമ്മുടെ എന്താ വേൾഡിലോട്ട് വരുന്നതെല്ലാം അമേരിക്കയിലാണ് അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഇതിലെത്തി നിൽക്കുമ്പോൾ ഏലിയൻസിനെ ടോർച്ചർ ചെയ്യുന്ന, അതിൻ്റെ ഒരു ഹ്യൂമൻ ഇമോഷൻസൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഏലിയൻസിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപശ്ചാത്തലത്തിൽ വരുന്ന 2 മണിക്കൂർ 25 മിനിറ്റോ 20 മിനിറ്റോ ദൈർഘ്യമുള്ള ചിത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു വലിയ മികച്ച ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നൊരു ചിത്രമല്ല. ഒരു നല്ല ഫസ്റ്റ് ഹാഫ് ഒറ്റ സ്ട്രെച്ചിലാണ് ഈ സിനിമ കണ്ടു തീർത്തത്. ഇംഗ്ലീഷ് സിനിമകൾക്ക് ഇനി 2 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ ഇൻ്റർവെൽ ഒന്നും ഇവിടെ തരാറില്ല. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നാട്ടിൽ ഒരു പക്ഷേ റിലീസ്ഡ് ആയിട്ടുണ്ടാവില്ല, ഇവിടെയാണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമാണ് റിലീസായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം വരുന്ന റിവ്യൂ ആണോ എന്നുകൂടെ എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായം മാത്രമായി കണ്ട് സ്പിൽബർഗിനെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ ഇതിനെ വിലയിരുത്തുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവം. ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ്, എമിലി ബ്ലണ്ട്, ജോഷ് ഓക്കോണർ അത് തന്നെയല്ലേ പുള്ളിയുടെ പേര്? അതെ. നൈഫ്സ് ഔട്ട്, മാസ്റ്റർ മൈൻഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളിലെ പുള്ളിയുടെ പെർഫോമൻസ്, ഈ 2 പേരുടെയും, ഞാൻ ഈ എടുത്തു പറഞ്ഞ എമിലി ബ്ലണ്ടിൻ്റെ പെർഫോമൻസാണ് ഈ സിനിമയിലെ കിഡിലോസ്കി എന്ന് പറയുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, എമിലി ബ്ലണ്ട് അവതരിപ്പിക്കുന്ന ക്ലൈമറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറുടെ ക്യാരക്ടർ, ഒരു ലോക്കൽ ന്യൂസ് ചാനൽ. ജോഷ് ഓക്കോണർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്ന നായകൻ. ഇവർ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടുന്നു? ജോഷ് ഓക്കോണർ മുമ്പ് ഒരു IT വിദഗ്ധൻ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇൻചാർജ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഈ ഹാർഡ് ഡിസ്കിൽ ഏലിയൻസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അത് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഏജൻസി ഇതൊക്കെ പുറത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്? ഏലിയൻസിൻ്റെ പവർ എങ്ങനെയാണ് എമിലി ബ്ലണ്ടിന് കിട്ടുന്നത്? അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? വില്ലന്മാരെങ്ങനെയാണ് ഈ പവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പോകുന്ന ഹെവി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. അതിൽ വെച്ചിരിക്കുന്ന ഓരോ കഥ പറഞ്ഞു പോകുമ്പോൾ ഉള്ള ഓരോ ഈസ്റ്റർ എഗ്സ്, നമുക്കതിൽ വരുന്ന സർപ്രൈസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒട്ടും പരിഗണിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കൽ ലൂപ്പ് ഹോൾസൊക്കെ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ച ഒരു സെക്കൻഡ് ഹാഫ്. ടുവേർഡ്സ് ദ ക്ലൈമാക്സിലൊക്കെ വളരെ ഈസി ആയിട്ട് ഓരോ കഥാപാത്രങ്ങൾ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുക. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്രയും ലൂസായിട്ടൊക്കെ എഴുത്തിൽ വിടാൻ പറ്റുമോ? ഭയങ്കര കെയർലെസ് ആയി കൈകാര്യം ചെയ്തതുപോലെയൊക്കെ തോന്നിയിട്ടുള്ളൊരു രീതി, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ചെയ്ത് വന്ന ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ശോഭ കെടുത്തുന്ന, എങ്കിൽ പെർഫോമൻസുകൾ കൊണ്ട് ഇടിവെട്ടായി പോകുന്ന ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ ഒരു വലിയ ലെറ്റ് ഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പൂർണ്ണത കിട്ടുന്നില്ല. ഈ സിനിമയ്ക്ക് ഒരു പൂർണ്ണതയില്ല. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ മുമ്പ് പറഞ്ഞ സിനിമകളുടെ ഒരു കോമ്പിനേഷൻസ് ഇതിനകത്ത് വരുന്നില്ല. അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏലിയൻസിനൊരു മുഖമുണ്ടെങ്കിൽ അത് സ്പിൽബർഗ് വരച്ച് കാട്ടിയ മുഖമാണ്. ആ വലിയ തലയും ആ വലിയ കണ്ണും ലോവർ ബോഡി വളരെ ചെറുതായിട്ടുള്ളൊരു ബോഡി മാത്രമേ ഏലിയൻസിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ഇമേജ് തന്ന ഒരു ഡയറക്ടർ.
സോറി. ഇപ്പോൾ ഫസ്റ്റിലെ ഒരു കാർ ചേസ് സീക്വൻസ് ആണെങ്കിലും, ഒരു ട്രെയിനുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് അവിടുന്ന് ഇവര് രക്ഷപ്പെട്ടു പോകുന്നതാണെങ്കിലും, എമിലി ബ്ലണ്ട് വില്ലന്മാരുടെ ഇടയിലേക്ക് കേറി ചെന്നിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളും, അത് നമുക്ക് അത്ഭുതം തരുന്നതും, അതൊരു ഏലിയൻ പവർ എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്ന സ്ഥലത്തും, എമിലി ബ്ലണ്ടിൻ്റെ ഫേസ് ഒരു മിററിൽ കാണിച്ചിട്ട് വേറൊരു കഥാപാത്രം ആ മിററിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ണാടിയുടെ പുറകിൽ കൂടെ വന്നിട്ട് അത് ചെയ്തിരിക്കുന്ന ഒരു ഷോട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര കാവ്യാത്മകമാണ്. അതിനകത്ത് തന്നെ നമുക്കങ്ങനെ ഊഹിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചെടുക്കുന്ന രീതിയിലൊക്കെ ബിൽഡ് ചെയ്തൊരു ഫസ്റ്റ് ഹാഫിന് ശേഷം വളരെ ലൂസായി നമ്മുടെയൊക്കെ സിനിമകളിൽ സാധാരണ നായകന്മാർ പോയിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തി എല്ലാം വിളിച്ചറിയിച്ച് ജനങ്ങൾ കണ്ണീരിൽ കുതിർന്ന് ആൾക്കാർ അന്തം വിട്ട് പണ്ടാരം അടങ്ങി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സിലോട്ട് എത്തി നിൽക്കുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത ലെറ്റ് ഡൗൺ ആയിപ്പോയി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഇതിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. സ്റ്റീവൻ സ്പിൽബർഗ് ഈസ് 94 ഓർ 95 ഇയേഴ്സ് ഓൾഡ്. ആ പ്രായത്തിലും പുള്ളിക്ക് ഈ ക്രാഫ്റ്റ്മാൻഷിപ്പ് പുറത്തെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊന്നും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പോലൊരു ലെജൻഡറി ഡയറക്ടറിൻ്റെ വർക്കിനെ ഇങ്ങനെ കേറി വിമർശിക്കാനുള്ള ഒരു അവകാശം ഉണ്ടോ എനിക്കറിയില്ല. എനിക്ക് അത് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ മലയാളി ആയതുകൊണ്ട് ഇങ്ങനെ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത്രയും വിഷണറിയാണ് പുള്ളിയുടേത്. പക്ഷേ എങ്കിലും പുള്ളിയുടെ സെറ്റ് ഓഫ് ഫിലിംസിലെ ഒരുപാട് സിനിമകൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു.